അങ്ങനെ നമ്മൾ നബ്ദലി പോവാണ്. സോ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഡേറ്റ് ആയിരിക്കുകയാണ്. സോ ഇനി എന്തായാലും നമ്മൾ നബ്ദലി പോവാണ്. നബ്ദലി നമ്മൾ സ്ട്രോബെറി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ അമ്മ അവിടെ പോയിട്ട് കിച്ചു എന്തായാലും ഉറങ്ങുമെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ ബിരിയാണി വാങ്ങിക്കുകയാണ്. ബിരിയാണി വാങ്ങിച്ചിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരം. അവിടെ ഒരു ഗാർഡൻ ഏരിയ പോലെ സ്ഥലമുണ്ട്. അകത്തല്ല പുറത്ത് തന്നെ വഴി ഇരുന്ന് കഴിക്കാനാണ് പ്ലാൻ. സോ എന്തായാലും നമുക്കിനി വണ്ടി കയറിയിട്ട് കാണാം. കിച്ചു ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സോ നമ്മൾ സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുണ്ട് ഗാർഡൻ പോലത്തെ, ഗാർഡൻ അല്ല, ഒരു മണ്ണൊക്കെ ഉള്ള ഗ്രൗണ്ടാണ്. നമ്മൾ പുറത്ത് പിരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ മൂകാംബികൊക്കെ പോയപ്പം ഞങ്ങൾ മറ്റേ ഇവിടെ കാട് വഴി പോയപ്പോൾ ഒരു ഉണ്ടായിരുന്നു. പോണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇനി എന്തായാലും നമുക്ക് ഇനി വേഗം ഫുഡൊക്കെ എടുക്കാം. ഹരോ വാ, എന്താ ലുക്ക്! വണ്ടിയിൽ നിന്ന് സാധനം എടുക്കുകയാണ്, ഡിക്കി എന്നൊക്കെയാണ്. ഞങ്ങളെ ബോണറ്റിൽ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു. കിച്ചും സായും അച്ഛനും ബോണറ്റിൽ ഇരിക്കുക, ഞാനും അമ്മ വിളമ്പാനുണ്ട്. സായു ഇവിടെ അല്ലെ, സായു ഈച്ച ഫുള്ളുണ്ട് ഇവിടെ. പിന്നെ അടുത്തൊക്കെ പട്ടികളും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചു. തറയിൽ രസമുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അമ്മയും എല്ലാവരും കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിക്കിയൊക്കെ ഓപ്പൺ കേട്ടോ. നമ്മളവിടെ നമുക്ക് ഫോട്ടോ എടുക്കുകയാണ്. നമുക്കൊന്ന് കേറാം. നമ്മൾ കയറി ഓടി ഇതിനകത്തുനിന്ന് വെള്ളം എടുത്ത് കിച്ചുവിന് ഒരു കപ്പിലൊക്കെ കൊടുത്തേ. കിച്ചു കഴിച്ചു കഴിഞ്ഞല്ലേ? നമുക്ക് കിച്ചുവിന്റെ വായയും കൂടെ ഒന്ന് കഴിപ്പിക്കാം. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭംഗി. നമ്മളങ്ങനെ 3 കടി ടിക്കറ്റ് എടുത്ത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് 2 കടിയുണ്ട്. ടോട്ടൽ 12 കടിയും കൊടുത്ത് 11 കടി. ഇത് ഒരാൾക്ക് 3 കടി. എനിക്ക് ടിക്കറ്റ് വേണ്ട, ഫ്രീ. എനിക്ക് കിച്ചും സായിനും 12 വയസ്സിന് മേലുള്ളവർക്കാണ് ടിക്കറ്റ്. എനിക്ക് 11 വയസ്സ്, സായിന് 3 വയസ്സൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് 3 കടീൻ്റെ 3 ടിക്കറ്റ് മതി. സോ 3 × 3 6 9 ആണ്. സോ നമുക്കിനി അകത്ത് കയറാം. എൻട്രിയിൽ തന്നെ നമുക്ക് കുറേ വണ്ടികൾ കാണാം. യൂറോപ്യൻ കാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അത് വേറെ ആൾ ഓടിക്കും. നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുൾ എല്ലാം ചുറ്റി. അജയ് ഹായ് പറയോ? പിന്നെ ഇവിടെ എന്തൊക്കെയോ അച്ഛൻ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ സ്ഥലമുണ്ട്. നല്ല ഏരിയ കേട്ടോ. നമ്മളിങ്ങനെ സ്ട്രോബെറി പറിക്കാൻ പോവാണ്. പണിയാണ്. കത്രിക എടുത്തില്ല. വണ്ടി വെച്ചിരിക്കും. വണ്ടീനെ അങ്ങ് അറ്റത്തോട്ടോ നമ്മൾ പുറത്തിരിക്കണേ. പറ്റില്ല. ഫുൾ ഏരിയ കാണാൻ തന്നെ നമുക്ക് കുറെ പൂവൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു ഗൈസ്. കണ്ടോ, ഇവിടെ ഫുൾ പൂക്കളാണ്. സായുവിനൊക്കെ ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അകത്ത് സ്ട്രോബെറി പാർക്ക് വേഗം അടയ്ക്കുന്നതാണ് എല്ലാവരും പറഞ്ഞത്. കണ്ടോ, അവിടെ വലിയ കോളിഫ്ലവറിൻ്റെ ഇത് കോളിഫ്ലവർ തോട്ടം ഇത്. പിന്നെ ഇത് കോളിഫ്ലവർ തോട്ടം, അപ്പുറത്തത് മറ്റേ തോട്ടമാണ്. ഇതാണ് നഴ്സറി. എനിക്ക് എന്താ നഴ്സറി എന്ന് മനസ്സിലായില്ല. ഇവിടെ ഫ്രൂട്ട് ട്രീസാണിത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് വേറെ ഓയിൻമെൻ്റൽ കാക്ടസ്. അതെ, ഓയിൻമെൻ്റൽ കാക്ടസ്. ഇവിടെ ഓയിൻമെൻ്റൽ കാക്ടസ്. ഇവിടെ എന്തൊക്കെ വെജിറ്റബിൾസും അങ്ങനെ കുറച്ച് ചെടികൾ. ഇതൊക്കെ ഓയിൻമെൻ്റൽ കേട്ടോ. മേലെ മൊത്തം അംബർലാസ് ആയിരുന്നു. കണ്ടോ, ഫുൾ അംബർലാസ്. അങ്ങനെ നമ്മൾ സ്ട്രോബെറിൻ്റെ ഫാമിൽ എത്തി. അകത്ത് കയറി നമുക്കൊരു ബക്കറ്റും ഒരു കത്രികയും. അടിപൊളി നല്ലൊരു ക്രാഫ്റ്റിൻ്റെ കത്രികയാണ് കഴിച്ചത്. നമ്മളിങ്ങനെ അകത്ത് കയറിയപ്പോൾ നമ്മൾ കുറേ ആദ്യം വിചാരിച്ചു കുറേ പച്ചയാണുള്ളത്. കാരണം ഈ സൈഡൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഫുള്ള് എല്ലാ സ്ഥലവും പച്ചയായിരിക്കുന്നു. പക്ഷെ അല്ല, അകത്ത് വേറൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴി കൂടെ കയറിയപ്പോൾ എൻ്റെ പൊന്നോ ഗൈസ്, നല്ല പഴുത്തതുണ്ടായിരുന്നു. മധുരം പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ റൂൾസ് ഉണ്ടായിരുന്നു, അതിനകത്ത് കയറി അവിടുന്ന് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ആദ്യം ഞാനിങ്ങനെ പറിച്ച് കളിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്. സായി ഉണ്ട് പറിക്കണത് കണ്ട. ഇതൊക്കെ നല്ല പഴുത്തതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് കിച്ചു എല്ലാം ഒരുമിച്ചങ്ങ് പറിച്ചു പോയി. അത് തെറ്റിച്ചു അവൻ. കാരണം 2 കിലോ 12 കീടിയാണ് ഗൈസ്. 1 കിലോ അല്ല 250 ഗ്രാമാണ് 1 കീടി 500 ഗൈസ്. അങ്ങനെ കുറേ നമ്മളിങ്ങനെ പറിക്കുകയാണ്. കിച്ചു പറിച്ചു. അപ്പോൾ സായി വീണ്ടും അടുത്ത് പറിക്കുകയാണ്. കണ്ടോ, ഞാൻ കിച്ചു സായും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഒരു തവണയാണ് ഇവിടെ വന്നത്. സായും കിച്ചുവും ഇല്ലായിരുന്നു അന്ന്, ഞാൻ മാത്രമായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ സായും കിച്ചു ഉണ്ട്. സായി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കണ്ടിട്ടുണ്ട് ഞാൻ. സായു സ്ട്രോബെറിയിൽ ജീവനാണ്. കിച്ചു ആണെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. സായു അങ്ങനെ പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഫുൾ പറയണം. അമ്മമ്മ ഉണ്ടോ നല്ലോണം. അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അമ്മമ്മ വന്നിട്ട് ഒരു എൻജോയ്മെൻറ്റും ആയി. അങ്ങനെ നമ്മൾ 12 കിലോ സ്ട്രോബെറി വാങ്ങിച്ച് എത്ര കടി 2 കിലോ സ്ട്രോബെറി 12 കടി വാങ്ങിച്ച് നടക്കുകയാണ്. വണ്ടിയിൽ കഴിക്കാം. ഇതുണ്ട് ഗൈസ് ഇവിടെയൊക്കെ. നമ്മൾ ഇത്തിരി ഒരു ഇത്ര കഴിച്ചു സ്ട്രോബെറി ഇവിടുന്ന്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഇത്ര കഴിച്ചുള്ളൂ. എല്ലാവരും കൂടെ ഒന്നില് ഇത്ര കഴിച്ചുള്ളൂ. ഇനി എന്തായാലും നമ്മൾ വേറെ ഫാമിൽ പോകും. അത് വേറെ വീഡിയോ ആയിട്ട് വരും. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽബൺ അടിച്ചു പിടിക്കുക. മറ്റൊരു വീഡിയോ വരാം. ബൈ 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 ബൈ.